ദൈവമേ, എൻ്റെ ജീവിതം പോലെ എൻ്റെ കുട്ടികളുടെ ജീവിതം ആകരുതേ. അവർ നന്നായിട്ട് പഠിക്കണേ. അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം. അത് കണ്ട് സന്തോഷിക്കാനുള്ള ആയുസ് എനിക്ക് നീ തരണം. ഈശ്വര, എൻ്റെ ശ്രീകുട്ടിക്ക് നന്മയുണ്ടാവണം, എൻ്റെ പാർവതിക്ക് നന്മയുണ്ടാവണം, കൃഷ്ണന് നന്മയുണ്ടാവണം, എനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നന്മ വരുത്തണേ. ഈ ലോകത്തിന് നന്മ വരുത്തണേ. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണേ. എല്ലാവർക്കും കാണിച്ചേക്ക്. ശ്രീകുട്ടി, ശിവ, കൃഷ്ണ, നീ ഇന്നും കുടിച്ചിട്ടാണോ വന്നിരിക്കണേ? ശിവ, ഞാൻ അത് മതി മതി, കൂടുതലൊന്നും പറയണ്ട. അവലെടുക്ക പ്രസാദ. അതാ പറയുന്നത്, ഇതിനും ഇതിനും കോമ്പിനേഷൻ മാച്ച് ആവില്ല. ശിവ, അച്ചാറ്. നിന്റെ ഒരു അച്ചാറ്. നീ നടക്ക, അങ്ങോട്ട് നടക്ക. ഉദയേട്ടാ, അവിടെ പൂജ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് തുടങ്ങാം. വരട്ടെ, ഇനി സമയമുണ്ട്. പൂക്കളൊക്കെ വാടും. ഇനി ഏതായാലും രാവിലെ അത് കഴിയട്ടെ. നമുക്ക് പോയി ശിവേട്ടനെ പാർവതിയേച്ചും വിളിക്കാം. ഒപ്പം മറ്റുള്ളവരെ വിളിക്കുന്നില്ലേ? ഒരു കാട്ടിൽ 2 മാനുണ്ടായിരുന്നു. ഒരാൺമാനും ഒരു പെൺമാനും. ഒരു ദിവസം ആ കാട്ടിൽ ഭയങ്കര വെയിലുണ്ടായിരുന്നു. 2 മാനുകൾക്കും ഭയങ്കര ദാഹം. അലഞ്ഞു നടന്നിട്ടൊന്നും ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. അവസാനം ഒരു സ്ഥലത്ത് ഒരിത്തിരി വെള്ളം ഉണ്ടായിരുന്നു. ആൺമാൻ പറഞ്ഞു, കുറച്ചു വെള്ളമല്ലേ ഉള്ളൂ, നീ കുടിച്ചോ എന്ന്. അപ്പൊ പെൺമാൻ പറഞ്ഞു, നിങ്ങൾക്കല്ലേ ദാഹം കൂടുതല്, അതുകൊണ്ട് നിങ്ങൾ കുടിച്ചോ എന്ന്. ഇങ്ങനെ കൊറേ നേരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുക്കം 2 പേരും കുടിക്കാവുന്ന കരുതി വായ വെള്ളത്തിൽ മുട്ടിച്ചു. ആൺമാൻ പെൺമാൻ കുടിക്കട്ടെ എന്ന് കരുതി കുടിക്കാതിരുന്നു. പെൺമാൻ പിന്നെന്തായി? പറ ചേച്ചി, പറ ചേച്ചി. ആൺമാൻ പറയേ. ഞാൻ പറയാം. അതായത് ഈ 2 മാനുകളും പരസ്പരം വിട്ടുകൊടുക്കാതെ വെള്ളം കുടിക്കാതിരുന്ന് ഒടുവിൽ ചത്തുപോയി. ആ അവസ്ഥ ഇവിടെ എല്ലാവർക്കും. നിങ്ങൾ ഇപ്പൊ എന്താവശ്യത്തിനാ വന്നേ? കഥയുടെ ബാക്കി പറയാനാ? ശ്രീകുട്ടി, എന്റെ കടയിൽ സരസ്വതി പൂജ. നീ പോയി അച്ഛനെ ഇളയമയും കൂട്ടി വാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏയ്, നിങ്ങളും വരണം. ആ, നോക്കാം. ഉദയേട്ടാ, നമുക്ക് പൂജ തുടങ്ങാം. കുറച്ചു നേരം കൂടി കാക്കടാ. ഓഹോ, മുഖ്യമായ ആള് വരാനുണ്ടായിരിക്കും. എന്ത് പാട്ടാടത്? വേറെ പാട്ട് വെക്ക്. ഉദയാ, ശിവേട്ടാ, നിങ്ങളൊക്കെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ശ്രീകുട്ടി എവിടെ? അവൾ അകത്ത് കളിക്കുക. പൂജ തുടങ്ങാം. അല്ല, വേറെ ആരും വന്നില്ലേ? വേറെ ആരാ? പാർവതിയും ഞാനുണ്ട്. ഇനി ആരാ? അല്ല, വെറുതെ ചോദിച്ച. ആ, എന്നാ പിന്നെ പൂജ തുടങ്ങാം. ഉദയേട്ടാ, ഈ കാത്തിരിപ്പ് പാട്ട് മാറ്റട്ടെ? പോടാ. നല്ല ഭക്തിപ്പാട്ട് വല്ലതും വെക്കാപ്പോ. सरस्वती सरसिजके सरप्रभा तपस्विनी सितकमलासन प्रिया घनस्तनी कमल विलोल लोचना मनस्विनी भवतु वरप्रसादिनी.
നമസ്തുഭ്യം ഉദയ നാ, കൊണ്ടുപോയി ഉടക്കെ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ സരസ്വതീ നമസ്തുഭ്യം സർവദേവീ നമോ നമഃ ശാന്തരൂപേ ശശിധരേ സർവയോഗേ നമോ നമഃ. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ ഉദയ, പ്രസാദമൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കേ. ചെല്ലേ. മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും. വാ, അവര് പോയി. ഇന്ന് നമ്മുടെ സ്കൂളിൽ നടന്ന ഇൻസ്പെക്ഷനിൽ ഡിഒ വളരെ നല്ല അഭിപ്രായമാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് എഴുതിയത്. അതുകൊണ്ട് കറസ്പോണ്ടന്റിന് വളരെ സന്തോഷമായി. ഇതിനെല്ലാം കാരണം നമ്മുടെ ടീച്ചേഴ്സിന്റെ സിൻസിയറിറ്റിയും ഡിസിപ്ലിനും ആണ്. അതൊന്നും കൈവിടാതെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം, ശരിയല്ലേ? അതുമാത്രമല്ല, 2 ആഴ്ചയിലൊരിക്കൽ പാരന്റ്സ് മീറ്റിംഗ് കൂടണമെന്ന് പ്രത്യേകം കറസ്പോണ്ടന്റ് പറഞ്ഞു. അതിനേക്കാളും പ്രധാനം കുട്ടികൾക്ക് 1 അവർ സ്പെഷ്യൽ ക്ലാസ് വെക്കുക. എന്നാലേ കുട്ടികളും പഠിക്കുള്ളൂ. നീ പറഞ്ഞത് കറക്റ്റാ. പക്ഷേ ഒരേ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ അധികം ഉള്ളതുകൊണ്ട് ഇനിയും 3-4 ടീച്ചേഴ്സിനെ വയ്ക്കണമെന്നാ കറസ്പോണ്ടന്റ് പറയുന്നത്. ഇപ്പൊ തന്നെ എത്ര കുട്ടിയൊക്കെ വന്നു പോകാൻ പറ്റാത്തത്? വല്ലാത്ത ട്രാഫിക് അവിടെ. നമ്മുടെ സ്കൂളിന്റെ അടുത്ത് 1 വേ പണിതാലേ ശരിയാവൂ. നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള റോഡിനെ പറ്റിയാണോ പറഞ്ഞത്? അതെ. ശ്രദ്ധിക്കാൻ ആളില്ലാത്തതുകൊണ്ടാ എല്ലാത്തിന്റെയും പ്രശ്നം. പിന്നെ നമുക്ക് കാർ പാർക്കിങ്ങിന് സൗകര്യമില്ല. ഇതാ നീ ചോദിച്ച പുസ്തകം. താങ്ക്സ്. ത്യാഗരാജസ്വാമികളുടെ പുസ്തകമാണ്. നിന്റെ കുട്ടിക്ക് നന്നായിട്ട് സംഗീതം പഠിപ്പിച്ചു കൊടുക്കണം. പുസ്തകം നന്നായിട്ട് സൂക്ഷിക്കണേ. ആ സരസ്വതി, ഞാൻ പോന്നേ. സിസിലി, നീ എന്താ സ്കൂളിൽ വരാഞ്ഞേ? ഇന്ന് എനിക്കൊരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു, അതാ ലീവ് എടുത്തത്. സരസ്വതി ഉണ്ടോ? ഓ, സരസ്വതിയെ കാണാനാ? അതെ. എന്താ കാര്യം? വെറുതെ ഒന്ന് കാണാൻ. ഞാൻ വരട്ടെ. ആ ശരി. സരസ്വതി, സരസ്വതി. ആര്? സിസിലിയോ? ദാ വരുന്നു. ആ തെരുവ് കണ്ടില്ലേ? അതിന്റെ പുറകിലാ എന്റെ ചേട്ടന്റെ വീട്. 3 നിലയാ. അതെയോ? സിസിലി, എന്താ നീ സ്കൂളിൽ വരുന്നേ ഇല്ല? അങ്ങേരുടെ മുറിവ് വീണ്ടും പ്രശ്നമായിരിക്കുക. എന്താ, സ്റ്റിച്ച് എടുത്തില്ലേ? അതൊക്കെ എടുത്തു. ഡോക്ടർ വെയിറ്റ് ഉള്ളത് ഒന്നും എടുക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാ അതൊക്കെ ചെയ്യാൻ? ഇന്നലെ ഓഫീസിൽ പോണെന്ന് പറഞ്ഞ് വണ്ടി എടുത്തു. കൈ വീണ്ടും പ്രശ്നമായി. അയ്യോ, ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ? സിറ്റിയിൽ ട്രാഫിക് അധികമായാല് ആകെ പ്രശ്നാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാല് ആകെ കുഴപ്പാവും. എന്ത് ചെയ്യാനാ സരസ്വതി? എത്ര പറഞ്ഞാലും അങ്ങേര് കേക്കില്ല. കാലത്ത് പോയാ രാത്രിയാ വരിക. ബസ് വിശ്വസിച്ചിരുന്നാ പറ്റുമോ? നമ്മളെ പോലുള്ളവർക്ക് 2 വീലർ തന്നെയാ നല്ലത്. അതൊക്കെ നേരാണ്. ആ അല്ല, ഇതാരാ? അയ്യോ, ഇത് ഭാർഗവി ടീച്ചർ, എന്റെ അയൽക്കാരിയാ. നമ്മുടെ ശ്രീലക്ഷ്മിയുടെ ക്ലാസ് ടീച്ചറാന്നേ. ഓ, നിന്നെ പറ്റി ഞാൻ നിറയെ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഹെൽപ്പിംഗ് ടെൻഡൻസി കൂടുതലാണെന്നും ഇതുപോലത്തെ ഒരാള് ലോകത്തില്ലാന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടിട്ട് പോവാന്ന് കരുതി. ഇവളെപ്പോഴും ഇങ്ങനെയാ. എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കും. എന്തോ എന്നെ കൊണ്ടാവുന്ന ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും, അത്രമാത്രം. ടീച്ചർ ഇരിക്കെ, ഞാൻ കോഫി കൊണ്ടുവരാം. അയ്യോ സരസ്വതി, കാപ്പിയൊന്നും വേണ്ട. സരസ്വതി, അതൊരു... എന്താ കാര്യം? അല്ല, നാളെ ചേച്ചിയുടെ മോക്ക് എൻഗേജ്മെന്റാ. ആക്സിഡന്റ് ആയ വീട്ടിൽ മുടിഞ്ഞ ചെലവാ. നാളെ ഫംഗ്ഷന് പോയേ പറ്റൂ. അതാ പ്രശ്നം. കുറച്ച് കാശുണ്ടെങ്കിൽ... നിന്റെ മോക്ക് സാരി വാങ്ങിച്ചു കൊടുക്കാൻ? അതെ, ഒരു 2000 ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ശരി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. 5000 ചോദിക്കായിരുന്നു. എന്താ സിസിലി, നീ പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ. കണ്ടാ നല്ല സ്ത്രീ ആയിരിക്കുന്നു. ഇതൊക്കെ വെറും അഭിനയല്ലേ? ഞാൻ മറ്റാരോട് ചോദിക്കാതെ ഇവരോട് ചോദിക്കുക എന്താ കാരണം? വീട് നിറച്ച് പണം പൂത്ത് കിടക്കുക. ഇതൊക്കെ വേറെ രീതി സമ്പാദിച്ചതാ. ചോദിച്ചത് കേട്ടില്ലേ?
നിന്റെ ഭർത്താവിന് എങ്ങനെയുണ്ട്, കൈ എങ്ങനെയുണ്ട്, കാലെങ്ങനെയുണ്ട്, ഒരു വാക്ക് എന്നെ പറ്റി ചോദിച്ചോ? ഇതൊരു ടൈപ്പ് സാധന. ഇതിന്റെ ക്യാരക്ടറേ വേറെ. നല്ല സ്ത്രീയാ. ഇതാ 2000 ഉണ്ട്. വളരെ ഉപകാരം. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കൂല. സാലറി വാങ്ങി ഉടനെ തിരിച്ചു തന്നെ കേട്ടോ. തിരക്കില്ല, ആദ്യം നിന്റെ കാര്യം നടക്കട്ടെ. ആ പിന്നെ ദേ ഈ പണം വാങ്ങിയ കാര്യം ഒരുത്തി വന്നിട്ട് പോയില്ലേ, നിർമ്മല. അവളോട് മാത്രം പറയല്ലേ. ഇല്ല, പറയില്ല. അല്ല, നിന്റെ കുട്ടികളെ കണ്ടില്ലല്ലോ. വീണ കോളേജിൽ നിന്ന് എത്തിയില്ല, ശ്രുതി ട്യൂഷന് പോയിരിക്കുക. ഈ സഹായം ജീവിതകാലം മുഴുവനും ഞാൻ ഓർക്കും. വളരെ നന്ദി. ഞാൻ പറയാറില്ലേ, എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്താവശ്യം വന്നാലും ഞാൻ ഇവളോട് മാത്രമേ ചോദിക്കൂ. ഇവളുടെ ക്യാരക്ടറേ വേറെയാ. വരട്ടെ. വരട്ടെ. നിക്ക് വേറെ എടുക്കാം. കാലി ബോട്ടിൽ ഇവിടെ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആരോ. ഇവിടെ ഒളിച്ചിരിക്കാനുള്ള കൊച്ചു കറ. ആരാ നീ? ഓ, ഗുഡ് മോർണിംഗ്. എന്റെ മനസാക്ഷി ഉണ്ടാവില്ലല്ലോ. അത് പോയിട്ട് ഒരുപാട് നാളായി. എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? വെള്ളം അടിച്ചിട്ട് ഉടക്കാൻ വരിക? അല്ല, ഇപ്പോഴാ തെളിഞ്ഞത്, ബോധമെല്ലാം തെളിഞ്ഞത്. എന്താണ് ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്നത്? നീ ഇളിക്കരുത്. നീ ചിരിച്ച എന്റെ ചിരി ആകെ പോവും. ഞാൻ ശിവനെ കാണുമ്പോഴുള്ള ചിരിയാണോ അതോ കാണാത്തതിലുള്ള ചിരിയാണോ? ഇപ്പൊ നോക്കണ, എന്റെ മുഖത്ത് ഇവ ചിരിയേയില്ല. ഈ ലോകത്തിൽ ശാശ്വതമായിട്ട് ഒന്നേ ഉള്ളൂ, ഇത്. എന്റെ വായിലിത്, മൂക്കിലിത്, എന്റെ കയ്യിലിത്. ഇതൊന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരെ പണ്ട് പാടിയത് ഓർമ്മയില്ലേ എന്നെ പറ്റി? എനിക്ക് നീ സ്വന്തമോ ഓമനെ, നിനക്ക് ഞാൻ സ്വന്തമോ? സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം? ബന്ധമെന്ന പദത്തിനെന്തർത്ഥം? എന്ത് പാട്ടാണ് പാടുന്നത്? ഗാനമേളയാ? നോക്ക്, ഇനി കുറച്ചുകൂടെ അടിച്ച നിനക്കും പാട്ട് വരും. എന്നാ കുടിക്കേ, കുഴിക്കേ, കുഴിക്കേ. താഴെ വീണ് പൊട്ടി. നീ വിഷമിക്കണ്ട, ഇനിയുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. പ്ലീസ് വെയിറ്റ്, ഐ വിൽ കം സൂൺ. വിക്രമ, വിക്രമ, വിക്രമ. ഇത് കണ്ടോ എന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്? നീയെങ്കിലും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി. നീയും പോയി, എല്ലാം പോയി. കാലി
ഈ വിക്രമൻ ഒരിക്കലും കറക്റ്റ് സമയത്ത് വരില്ല. വിക്രമ വിക്രമ എന്താളിയാ ജോളിയായിട്ടിരിക്കുമായിരിക്കും അല്ലേ? എന്ത്? എന്റെ കോട്ട വേഗം താ. അതൊന്നും എന്റെ കയ്യിലില്ല. വിക്രമ എന്റെ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്റെ കോട്ട വേഗം താ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഭ്രാന്ത് പിടിക്കും വിക്രമ. പ്ലീസ്. ബാലൻസ് വല്ല ഉണ്ടാവും, അടുത്ത് വെച്ച് നക്ക്. അതിലൊന്നും ഇല്ലടാ, ഒരു തുള്ളി പോലും ഇല്ല. കണ്ടില്ലേ? എന്റെ കാശില്ല, അതാണ്. പണമല്ലേ? ആ നിക്ക് നിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. ആ. നിക്കണേ. ആ. ഇവൻ പൈസ അടിച്ചു മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടാവൂ. പണം എന്റെ കയ്യിൽ തന്നാ പോരായിരുന്നോ? ഞാൻ സൂക്ഷിച്ചു വെക്കില്ലേ? ഇത് വേണ്ട, ഇതുപോലൊരെണ്ണാണല്ലോ നേരത്തെ സ്മരിക്ക് കൊടുത്തു. എന്നാലും ഇരിക്കട്ടെ, ദാനം കിട്ടിയ പശുവിന്റെ പല്ല് നോക്കണം. ഇവിടെ വെച്ചത് നന്നായിട്ട് വരേ കാണും. ഓ പണം കാണുന്നില്ല വിക്രമ. അതിന് പണം വിക്രമ, എങ്ങനെയെങ്കിലും വാങ്ങിട്ട് വാ വിക്രമ. എന്റെ കയ്യിൽ പണമില്ല, പിന്നെ എവിടുന്ന് വാങ്ങാനാ? മതിഷാപ്പന്റെ അമ്മായിയപ്പന്റെ ആണോ? വിക്രമ എങ്ങനെയെങ്കിലും വാങ്ങിത്ത. ഇത്രയും നാളെ നീ എങ്ങനെയാണോ വാങ്ങി തന്നത്? ഇത്രയും നാളെ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, ഇപ്പൊ പൈസ ഇല്ല. ആ എന്തിനാണ് നീ എല്ലാം കൂടി എന്നെ എങ്ങനെ ആക്കിയത്? എനിക്ക് ശിവനെ മറക്കണം, എല്ലാം മറക്കണം, എനിക്കെല്ലാം മറക്കണം. വിക്രമ എനിക്കൊരു കുപ്പി വാങ്ങിത്തടാ. എന്റെ കൈ എന്റെ കൈ പൈസ ഇല്ലെന്ന് പറഞ്ഞു. വിക്രമ 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 Ah